ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അങ്ങനെ നമ്മൾ കൊല്ലത്തെത്തിയത് വരെയുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. കൊല്ലത്തെത്തിയിട്ട് 2 ദിവസം ആയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം 2 ദിവസം എനിക്ക് വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം വന്ന ഉറക്കക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെ കുറച്ച് ഇതായിപ്പോയി. പിന്നെ ഇന്നലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നില്ല കേസ്. ഇന്നലെ ഞാൻ നെടുമ്പാശ്ശേരിയിലായിരുന്നു, എയർപോർട്ട് വരെ പോകേണ്ടായിരുന്നു ഒരാളെ കൊണ്ടാക്കാൻ. അപ്പോൾ അങ്ങനെ ഇന്നലെ പോയിട്ട് രാവിലെ പോയതാണ്. പുലർച്ചെ 5 മണിക്ക് പോയിട്ട് വന്നപ്പോൾ രാത്രിക്ക് 9-10 മണിയായി. അപ്പോൾ നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നലെ ആ ഒരു ദിവസം നമുക്ക് സ്കിപ്പായി പോയി. അപ്പോൾ എന്നാലും ഇന്ന് കൊല്ലത്തുള്ള വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ വന്നിട്ടുള്ള ഫസ്റ്റ് വീഡിയോയാണിത്. അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടവർക്ക് മനസ്സിലാവും, ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ, ചക്കരയും കുട്ടിയിൽ നിന്ന് വന്നിട്ടില്ല, അവരവിടെ തന്നെയുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് പോയിട്ട് ഏകദേശം ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ അതുവരെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ വിശേഷങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവിടെ എത്തിയിട്ടും എത്തിയ വീഡിയോസിൽ കൊല്ലത്തുള്ള വീഡിയോ ഇവിടെ കാണാനില്ലല്ലോ, എന്താ വീഡിയോ ഇടാത്തത്, ഉമ്മാൻ്റെ ഉപ്പാൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു ഗൈസ്. എന്നാലും നമുക്ക് ഉമ്മാൻ്റെ ഉപ്പാൻ്റെയും വിശേഷങ്ങളും ഉമ്മാൻ്റെ ഉപ്പാനെ കുറച്ച് ദിവസത്തിന് ശേഷം നമുക്ക് വീണ്ടും വീഡിയോയിൽ അങ്ങനെ വരാൻ പോവാണ്. അപ്പോൾ അതേ രണ്ടാളും ഇവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാവർക്കും ഹായ് വാപ്പ തന്നിട്ടുണ്ട്. ഉമ്മക്ക് എന്താ വിശേഷങ്ങൾ? ഉമ്മാക്ക് വിശേഷങ്ങളേ ഉള്ളു ഗൈസ്. ഉമ്മാക്ക് ഇവിടെ നിന്ന് മരുമോളും പേരക്കുട്ടിയും പോയാല് ഉമ്മാന്റെ തബിയത്തൊക്കെ ഫുള്ള് ഖറാബാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മാന്റെ ആരോഗ്യസ്ഥിതിയൊക്കെ വളരെ മോശമാണ്. ഉമ്മ തമ്പാട്ടാണല്ലേ. ഉമ്മാക്ക് എന്താ പറ്റിയത്? എനിക്ക് 2-3 ദിവസം കൊണ്ട് വയ്യ, ഛർദി, ലൂസ് മോഷനും ഛർദിലും അല്ലേ? രാത്രി പോയി ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പൊക്കെ ഇട്ടു. ഉമ്മാക്ക് ഞാനിവിടെ വന്നപ്പോൾ മുതലേ ഉമ്മാക്ക് നല്ല ഛർദിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം 3-4 പ്രാവശ്യമൊക്കെ ഛർദിലും, പിന്നെ അതേപോലെ തന്നെ വയറ്റി നോക്കും. അതിനിപ്പോൾ ഭക്ഷണത്തിൽ നിന്നുള്ളതാണോ എന്താണ് ഉള്ളതെന്നൊന്നും അറിയില്ല. അലാന്റെ പോയിന്റെ ടെൻഷനാണ്, അലാന പോയിന്റെ ടെൻഷൻ എന്നാണ് വാപ്പ പറയണത് ഗൈസ്. അല്ല, അപ്പോൾ 2 ദിവസം കൊണ്ട് ഉമ്മക്ക് ഉമ്മ വിചാരിച്ചു ചിലപ്പോൾ വേറെ എന്തെങ്കിലും അന്ന് കഴിച്ച ഭക്ഷണത്തിന്റെ പ്രശ്നമാവും എന്ന് വിചാരിച്ച് 2 ദിവസം തന്നെ ഇരുന്നു. പക്ഷെ അതിനും ഞാൻ പോയി പുറത്ത് കഴിച്ചായിരുന്നു, ഉമ്മ കഴിച്ചില്ല. ഉമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ പാടുപെട്ടിട്ട് അങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്തു? ഇന്നലെ ഹോസ്പിറ്റലിൽ പോയില്ലേ? ഇന്നലെ രാത്രിയായപ്പോ ഹോസ്പിറ്റലിൽ പോയി. ഇന്നലെ പോയിട്ട് എത്ര? 12 മണിക്ക് 11 മണി കഴിഞ്ഞപ്പോ പോയി. വന്നപ്പോ പുലർച്ചെ 3 മണിയായില്ലേ? ബ്ലഡ് ടെസ്റ്റ് ചെയ്താ? അതിലെന്തായിരുന്നു? അതിലൊന്നും കുഴപ്പമൊന്നുമില്ല, കൗണ്ട് നോക്കി, അല്ലാതെയൊക്കെ കുറെ ടെസ്റ്റുകൾ നടത്തി. അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. പുറത്തുനിന്നൊന്നും ഫുഡ് കഴിച്ചു. അതിനുശേഷം ഹോസ്പിറ്റലിൽ പോയി 2 ഇഞ്ചക്ഷൻ എടുത്ത് ഉറപ്പിട്ട് അവിടെ വെച്ച് തന്നെ ഗുളിക തന്നു. 3 നേരം 3 ദിവസം കഴിക്കാനുണ്ട്. ക്ഷീണമുണ്ട്. അങ്ങനെ കഞ്ഞിയൊക്കെ വെച്ചിരിക്കുകയാണ്, അച്ചാറൊക്കെ ഇട്ട് കഞ്ഞിയും വെച്ച്. അപ്പോൾ ഇന്നത്തേക്കുള്ള ഭക്ഷണം നല്ല അടിപൊളി ചൂട് കഞ്ഞിനോടുമ്പോൾ രാവിലെ ചോദിച്ചു ചോറ് വേണോ കഞ്ഞി മതി ചോദിച്ചു. ഞാൻ പറഞ്ഞു ഏതായാലും മതി, നോ പ്രോബ്ലം, കഞ്ഞി ആയാലും കഞ്ഞി മതി. അപ്പൊ പിന്നെ എന്ത് ചെയ്യാൻ പറഞ്ഞു? അപ്പൊ ബാങ്കിൽ പോയപ്പോ അവിടുന്ന് കഴിക്കാറുന്നില്ല. എന്നാ പിന്നെ അപ്പൊ ഉമ്മ എന്നോട് രാവിലെ ചോദിച്ചു എന്താ വേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു ഏതായാലും മതി, കഞ്ഞി ആണെങ്കിൽ കഞ്ഞി അത് മതി. ഉമ്മക്ക് ഒന്നാമത്തെ കാര്യം വയ്യാത്തല്ലേ. അപ്പോൾ ചോറുണ്ടാക്കണമെങ്കിൽ അതിനുള്ള കറികൾ ഉണ്ടാക്കണം, ചെറിയ ചെറിയ കൂട്ടാനുകൾ ഉണ്ടാക്കണം, എല്ലാ സാധനങ്ങളും ഉണ്ടാക്കണം. ജോലി കൂടുതലാണ്. വയ്യാത്തോണ്ട് ഉമ്മ ഇവിടെ നിന്നും കഴിച്ചു, അപ്പൊ പുറത്തുനിന്നും കഴിച്ചു. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഞാൻ എറണാകുളത്തായിരുന്നു. അപ്പോൾ കഞ്ഞിയെങ്കിൽ കഞ്ഞി അത് മതി, എന്താണോ ഉള്ളത് എന്താണോ പറ്റണത് അത് മതി ഇറങ്ങും. അപ്പൊ എന്തായാലും നല്ല ചൂട് കഞ്ഞി. അല്ല, ഇടയ്ക്കൊക്കെ കഞ്ഞി കഴിക്കണം നല്ലതാണ്. ഇടയ്ക്കൊക്കെ അച്ചാറ്, ചമ്മന്തി, ചൂട് കഞ്ഞി, കഞ്ഞി പൂള ഉണ്ടെങ്കിൽ അടിപൊളിയാണ് അല്ലേ വാപ്പ? എന്താണ് പൂള? ഇന്നലെ മെനിങ്ങാന്നുണ്ടായിരുന്നു. ഞാൻ കടയ്ക്ക് പോയപ്പോ അവിടെ ഉണ്ടായിരുന്നു. 5 മുക്കില് അവിടെ ഒരു മാവ് നിന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ഇനി കാണുമ്പോ വാങ്ങാം, ഇനിയും കാണും, കുഴപ്പമില്ല, പ്രശ്നമില്ല. അപ്പൊ ഉമ്മാന്റെ വിശേഷം ഇതൊക്കെയാണ്. എന്നിട്ടിപ്പോ എങ്ങനെയുണ്ടെന്ന്? ക്ഷീണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നാമത്തെ കാര്യം ചൂടാണ്, കണ്ടോ. ഇപ്പൊ ഒന്ന് വെയില് മാറിയതാണ്, പുറത്തു പോയി. അത് കഴിക്കണ ആഹാരമൊക്കെ അങ്ങനെ തന്നെ ദഹിച്ച് ശരീരത്തിൽ പിടിക്കുന്നതിന് പകരം ഛർദിച്ച് പുറത്തു പോവാണ് അല്ലേ? പേടി. അങ്ങനെ കഴിക്കാതിരുന്നിട്ടും കാര്യമില്ലല്ലോ. അല്ല, ഇതിപ്പോ അല്ല ഇത് പിന്നെ പോയിസൺ ആണോന്ന് ചെക്ക് ചെയ്തോ?
പിന്നെ വെള്ളം നമ്മളെ മിനറൽ വാട്ടറിൽ ഇടയ്ക്ക് കുടിക്കും. അതെ അതെ വെള്ളം കേസ് നമ്മള് വെള്ളത്തിന്റെ ഇവിടുത്തെ കഥ എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്. നമ്മള് കുഴൽക്കിണറൊക്കെ അടിച്ചെങ്കിലും നമ്മള് ഇന്നൊരു വർഷമായില്ലേ, ഇന്ന് ഒരു വർഷമായി എന്നാ പറഞ്ഞത്. കറക്റ്റ് ഇന്ന് ഒരു വർഷമായി. അപ്പൊ കുഴൽക്കിണർ അടിച്ചിട്ട് കുഴൽക്കിണർ അടിച്ചെങ്കിലും നമ്മൾ കുടിക്കുന്ന വെള്ളം അതിൽ നിന്നല്ല എടുക്കണത്. അതിനകത്ത് ചെറിയ ആ ഒരു ഇരുമ്പിന്റെ ചൊയയുണ്ട്, ചെറിയൊരു നിറ വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മളെ വെള്ളം നിറ വ്യത്യാസം ഉണ്ടല്ലോ, മാറിയാ. എനിക്ക് അങ്ങനെ തോന്നി ഒരു അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ. അപ്പോ അത് അതിന്റെ നിറവും എന്നാലും അപ്പൊ ചെറിയൊരു ചൊയ വ്യത്യാസം ഉണ്ട്. അപ്പൊ അത് നമ്മളെ വെള്ളം ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോ അവര് പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് വെള്ളം pH വ്യത്യാസം ഇത് കുടിക്കരുത്, മഞ്ഞപ്പിത്തം വരാനുള്ള സാധ്യത ഉണ്ട്. കാരണം കൊണ്ട് ചെയ്യണം കേട്ടോ. നമ്മള് പക്ഷെ കുഴൽക്കിണർ അടിച്ചിട്ട് ഈ ഒരു പ്രശ്നം നമ്മൾ നേരിടുന്ന കാരണം കൊണ്ട് നമ്മൾ അന്ന് മുതൽ ഇന്ന് വരെയും ഈ ബോട്ടിൽ ക്യാനാണ് നമ്മള് വെള്ളം മേടിച്ച് യൂസ് ചെയ്യുന്നത്. ഒരാഴ്ചയിൽ 3-4 ബോട്ടിൽ ഇറക്കിയിട്ട് വലിയ ക്യാനാണ് കേട്ടോ. ഇത്രയുള്ള ക്യാൻ ഉണ്ടല്ലോ നമ്മളെ ഗൾഫിലൊക്കെ ഉള്ള പോലെ തന്നെ അതാ ഉപയോഗിക്കുന്നത്. അപ്പൊ അതാണ് നമ്മളെ കുടിക്കുന്നത്. അപ്പൊ തന്നെ വെള്ളത്തിൽ നിന്നല്ലാന്ന് മനസ്സിലായി. കുടിക്കുന്നില്ല. പിന്നെ ഇതിപ്പോ ഫുഡിന്റെതാണോ എന്താണ്? പിന്നെ തൈര് കഴിച്ചായിരുന്നു, യാതൊരു സംശയമുണ്ട്. തൈര് നമ്മൾ അതും വീട്ടിലുണ്ടാക്കണതാണ്. അത് നമ്മള് പാല് വാങ്ങിയിട്ട് കുഴപ്പമില്ല. എന്നാലും നമ്മള് ഒക്കെ ഹൈജീൻ ആയിട്ടുള്ള സംഭവം തന്നെ കഴിക്കണതും ഉണ്ടാക്കണതും എല്ലാം ചെയ്യണത്. പക്ഷെ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടില്ലാനും. പിന്നെ എങ്ങനെ വന്നെന്ന് അറിയില്ല, എന്ത് കാരണം. അങ്ങനെ പള്ളിയിലൊക്കെ പോയപ്പോ പുറത്ത് കഴിച്ചാൽ വെച്ചാണ് കഴിച്ചത്. അങ്ങനെയാണ് സംഭവിച്ചെന്ന് ചോദിക്കാം. അല്ല ഈ വല്ല പനിയോ ജലദോഷമോ ഒക്കെ ആണെങ്കിൽ കാലാവസ്ഥ എന്ന് പറയാം. കണ്ടോ വെയിലോ നോക്ക് വീണ്ടും ഇതാണ് അവസ്ഥ. ചൂട് നല്ല ചൂട് തന്നെയാണ്. അപ്പോ പാലക്കാട് ഇതിന് ഡബിൾ ചൂടാണ്. നല്ല ചൂടാണ് പാലക്കാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വെറുതെ പുനലൂര് ടോപ്പ് ചൂടാണ്. അതേപോലെ തന്നെ പാലക്കാട് ചൂടും. ഇവിടെ 35-36 ഡിഗ്രി സെൽഷ്യസ് കാണിക്കുന്നെങ്കിൽ പാലക്കാട് 40 ഡിഗ്രി 40-42 ഡിഗ്രി ഇവിടെ വീട്ടിന്റെ ഉള്ളിലെ റൂം ടെമ്പറേച്ചർ ആണ് കേട്ടോ. കണ്ടോ 30 ഡിഗ്രിയാണ് കാണിക്കുന്ന ആ ഒരു റൂം ടെമ്പറേച്ചർ. പക്ഷേ പുറത്ത് അതിൽ കൂടുതലുണ്ട്. എങ്ങനെ അല്ല ഗൾഫിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാലേ ഗൾഫിൽ എല്ലാ വർഷവും അവിടെ നിന്ന് ആൾക്കാർ ആ കാലാവസ്ഥയോട് പൊരുത്തപ്പെട്ട് വരെയല്ലേ. പക്ഷെ നമുക്ക് ഇവിടെ അങ്ങനെയല്ല. പെട്ടെന്ന് ദിനംപ്രതി ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കാരണം കൊണ്ട് ചൂട് രക്ഷയില്ലാത്ത ചൂട് തന്നെയാണ്. എല്ലാ വർഷവും ഇങ്ങനെ തന്നെ പറയണത്. എല്ലാ വർഷവും എല്ലാരും പറയണ ചൂട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം കഴിഞ്ഞതിനേക്കാളും നല്ല ചൂടുണ്ട്. പക്ഷേ ഇനിന്ന് വെച്ച് കഴിഞ്ഞാല് വരും വർഷം കൊണ്ട് ചൂട് കൂടും. ഓസോൺ പാളിക്കൊക്കെ പ്രശ്നം വന്നോണ്ടിരിക്കല്ലേ. നമ്മളെ പോലുള്ള ആൾക്കാരൊക്കെയാണ് ഇതിനൊക്കെ കാരണങ്ങൾ. കാരണം നമ്മൾ ഈ എന്താണ് നമ്മുടെ ഈ AC-ന്റെ ഉപയോഗവും ഈ അമിതമായിട്ടുള്ള ഫ്രിഡ്ജിന്റെ ഉപയോഗവും റെഫ്രിജറേറ്ററിന്റെ ഉപയോഗമൊക്കെ തന്നെ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഓസോൺ പാളിനെയൊക്കെ ഇല്ലാതാക്കുന്നു പഠിച്ചിട്ടുണ്ട്. ആ ഒരു പഠിച്ച അറിവ് കൊണ്ട് പറയണതാണ്, അല്ലാതെ വലിയ പണ്ഡിതനൊന്നുമില്ല. അപ്പൊ അതൊക്കെ അതിൻ്റെയൊക്കെ ഉപയോഗം കൊണ്ടിട്ടാണ് ഈ ഓസോൺ പാളികൾക്ക് കാലക്രമേണ പ്രശ്നങ്ങൾ അഫക്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അത് പോണനുസരിച്ചിട്ട് ചൂടും കൂടും എന്ന് തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഇനി അങ്ങനെയൊക്കെ ആയിരിക്കാം, എന്താണെന്നറിയില്ല. AC ഉപയോഗിക്കാനും പറ്റണില്ല കറണ്ട് ബില്ല് കാരണം. അപ്പൊ അതിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സൊല്യൂഷൻ കാണണം. എന്തായാലും ഇൻഷാ അല്ലാഹ് വഴി നമുക്ക് എന്തെങ്കിലുമൊക്കെ നോക്കാം. അപ്പോൾ എന്തായാലും ഗുളിക മരുന്നൊക്കെ തന്നില്ലേ? കഴിച്ചു ഉണ്ട് ഉള്ളൂ. ORS ലൈന് പൊടിയുണ്ട് അല്ലേ? എന്നാ വരും ഭക്ഷണം കഴിക്കാം. ഭക്ഷണം കഴിച്ചിട്ട് കഞ്ഞി കുടിക്കാം. വരി നോക്കട്ടെ കഞ്ഞി എവിടെ നോക്കട്ടെ. കഞ്ഞി നോക്കട്ടെ എവിടെ ഉള്ളത് എന്ന്. വീടിൻ്റെ ഉള്ളിൽ കുറച്ച് തണുപ്പുണ്ട് കേട്ടോ. വീടിൻ്റെ ഉള്ളിൽ തണുപ്പുള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഫാൻ ഇട്ടാൽ മാത്രം മതി, നമുക്ക് കിടക്കാം, കുഴപ്പമില്ല. പിന്നെ AC ഇടാം. അപ്പോൾ ഉമ്മത മാങ്ങ അച്ചാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ. നല്ല അടിപൊളി എരിയുള്ള മാങ്ങ അച്ചാർ. പിന്നെന്താ കഞ്ഞിയില്ലേ? അമ്മ വെച്ച് നോമ്പ് കഞ്ഞി ഉണ്ടാക്കുമ്പോൾ നോമ്പ് കഞ്ഞി വേണോ അത് എങ്ങനെ വേണോന്ന് വെച്ചു. ഞാൻ പറഞ്ഞു അതിപ്പോൾ അടുത്ത് നമ്മൾ നോമ്പിനൊക്കെ 30 ദിവസവും കുടിച്ചല്ലേ. ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള കഞ്ഞി. ഇത് അടിപൊളി നല്ല രസമാണ് കേട്ടോ, ചൂടോടെ കുടിക്കാൻ. നോമ്പ് കഞ്ഞി 30 ദിവസവും നോമ്പിന് കുടിച്ചോണ്ട് അത് വേണ്ടാന്ന്. മാങ്ങ ചമ്മന്തിയാ? ചെമ്മീൻ ചമ്മന്തിയാ? ഇല്ല, സാധാ തേങ്ങ, മുളക്, വെളുത്തുള്ളി എല്ലാക്കെ ഇട്ട് ഗ്യാസിനൊക്കെ. പിന്നെ അത് ഈ പറഞ്ഞ ഒരു സൈഡിലെ പ്രശ്നമാണ് ഗ്യാസ് കിട്ടാനില്ലാത്ത കാരണം കൊണ്ട് ഈ പറഞ്ഞ പോലെ
ഓൾറെഡി ആളിന് ഉണ്ട്. ഗ്യാസിന്റെ പ്രശ്നം ഉമ്മാക്ക് ഉണ്ടോ? അങ്ങനെ ആ ഗ്യാസാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്. ഞാൻ വിചാരിച്ചു മറ്റേ ഗ്യാസാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ വെച്ചിരിക്കുന്ന അച്ചാറുകൾ നിങ്ങൾ ഏതൊക്കെ നോക്കി. ക്യാരറ്റ് ഉപ്പിലിട്ട് 2 പാക്കറ്റ് 2 ടിന്നി. പച്ചമാങ്ങ ഇപ്പം പിന്നെ മാങ്ങിൻ്റെ സീസൺ ആണല്ലോ. പച്ചമാങ്ങ 2 ടിന്നായിട്ട് അതങ്ങനെ. ഇതിലെ പഴുത്ത മാങ്ങ 2 ഇരിക്കുന്നുണ്ട്. ഇത് നമ്മൾ സായിപ്പ് നെല്ലി എന്ന് പറയും. വടക്കോട്ടൊക്കെ ഇതിന് അരി നെല്ലിക്ക എന്ന് പറയും കേട്ടോ. അതുള്ളത് അതിൻ്റെ ഇലയാണ്, ചെറിയ ഒരു ഇലയാണ് ഉണ്ടാക്കുന്നത്, വേറെ ഒന്നുമല്ല. അരി നെല്ലിക്ക എന്ന് പറയും ഈ ഒരു സാധനത്തിന്. അടിപൊളി സാധനമാണ്. അപ്പോൾ അതേപോലെ അതുണ്ട്. പിന്നെ അതെ നമ്മുടെ വീട്ടിലെ നമ്മുടെ കാരയ്ക്ക. ആരും കാരയ്ക്ക അച്ചാർ ഉപ്പിലിട്ട് കണ്ടിട്ടില്ല എന്നല്ലേ പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ വീട്ടിലിപ്പോൾ കാരയ്ക്ക ആയിട്ടുണ്ട്. ഇപ്പോൾ കാരയ്ക്കേൻ്റെ സീസണാണ്. അപ്പോൾ ഇതേപോലെ ഉപ്പിലിടും കേട്ടോ. പച്ചമുളകൊക്കെ ഇട്ട് നല്ല ഉപ്പൊക്കെ ഇട്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇങ്ങനെ അരിയോടെ ഇങ്ങനെ ഇട്ട് വയ്ക്കും. ഇത് അച്ചാർ ഇടാൻ പറ്റും. അപ്പോൾ ഇതും നമുക്ക് ഈ കഞ്ഞിയും ചോറൊക്കെ ഉള്ള ദിവസങ്ങളിൽ കഴിക്കാം. പിന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ബേക്കിൽ നിൽക്കുന്ന വലിയ കറിനാരങ്ങ ഉണ്ടല്ലോ, അതിൻ്റെ അച്ചാറാണ്. പിന്നെ ഈ ഇരിക്കുന്നത് ഉപ്പിലിട്ട നെല്ലിക്കയാണ് ഗൈസ്. കണ്ടോ, ഉപ്പിലിട്ട നെല്ലിക്കയാണ്. നല്ല ഒരു 2-3 മാസത്തെ പഴക്കം ഉള്ളതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഉപ്പ് പിടിച്ചിരിക്കുകയാണ്. പിന്നെ ഇനിയിപ്പോൾ സ്റ്റോർ റൂമിൽ കയറി കഴിഞ്ഞാൽ വേറെ ഉണ്ട് സംഭവങ്ങൾ. എവിടെ മാങ്ങ കണ്ടോ, നല്ല അടിപൊളി മാങ്ങ. ഇതൊക്കെ ഇരിക്കും തോറും ഉപ്പ് പിടിക്കുന്ന സാധനങ്ങളാണ്. കണ്ടോ, ഈ സാധനമൊക്കെ ഒരെണ്ണമൊക്കെ എടുത്ത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളി സാധനം ഗൈസ്. കാണുമ്പോൾ തന്നെ വീട്ടിൽ കാണുമ്പോൾ നമുക്ക് വായിൽ വെള്ളം വരുന്നുണ്ടാവും. അതിനോട് ക്ഷമിക്കണം, പ്രശ്നമൊന്നുമില്ല. നിങ്ങളും ഇതേപോലെ മാങ്ങയൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ സെറ്റ് ചെയ്താൽ മതി, അച്ചാറൊക്കെ ഇട്ടാൽ മതി അല്ലേ. ബീച്ചിലൊക്കെ പോയാൽ അതേപോലത്തെ മാങ്ങയും ക്യാരറ്റൊക്കെ ഇടയ്ക്ക് കോഴിക്കോട് ബീച്ചിൽ പോയില്ലേ, 3-4 പീസ് തന്നിട്ട് അത് പിന്നെ എല്ലാം പിന്നെന്തിനാണ് മറ്റേ ചോളം ഉണ്ടല്ലോ, നമ്മളെ സ്വീറ്റ് കോൺ, അത് പുഴുങ്ങിയത് ഉപ്പിലിട്ടതൊക്കെ പിന്നെ മാങ്ങ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നിങ്ങൾക്ക് കഴിക്കാം. പൈനാപ്പിൾ എല്ലാം ഉണ്ടായിരുന്നു അല്ലേ, രസമാണ് ഗൈസ്. അപ്പോൾ എന്തായാലും കഞ്ഞിക്ക് വിളമ്പാനുള്ള നമ്മൾ പ്ലേറ്റൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും മൻ്റെ കുറച്ച് അപ്ഡേറ്റ്സും ഇന്നത്തെ ഫുഡൊക്കെ കാണിച്ച് പിന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഞങ്ങോട്ട് വരുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതുതായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ, പാലക്കാടുള്ള വീഡിയോയിൽ ഇപ്പോഴാണ് ഓർമ്മ വന്നത്, നമ്മൾ ഈർക്കിൽ കൊണ്ട് തേങ്ങ പൊട്ടിക്കുന്നത് ഞാൻ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അന്ന് അവിടെ. ഞാൻ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് കാണിക്കണമെങ്കിൽ ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു. കുറേ ആൾക്കാർ പറഞ്ഞത് എങ്ങനെയാണെന്ന് കാണണം എന്ന് പറഞ്ഞു. കേസ് ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ വീഡിയോയിലല്ല, ഞാൻ അടുത്തൊരു വീഡിയോയിൽ എന്തായാലും ഈർക്കിൽ കൊണ്ട് എങ്ങനെ തേങ്ങ പൊട്ടിക്കാം എന്ന് കാണിച്ചു തരാം. അതായത് കത്തിയോ മടവളോ വേറെ ഒരു ആയുധങ്ങളും ഇല്ലാതെ വെറും ഒരു ഈർക്കിൽ കൊണ്ടിട്ട് എങ്ങനെ നമ്മുടെ തേങ്ങ കൃത്യമായിട്ട് നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കാന്നുള്ള ഞാൻ വീഡിയോ കാണിച്ചില്ല. അന്ന് ഞാൻ അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ അത് അടുത്തൊരു വീഡിയോയിൽ എന്തായാലും ഉൾപ്പെടുത്താം ഞാൻ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണും വരെ ബൈ 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 ബൈ. അസ്സലാമു അലൈക്കും.